എന്താ പരിപാടി? ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ. അപ്പൊ ഏകദേശം ഇത് 8 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുള്ള ഒരു ഗ്രൗണ്ട് ഫ്ലോറാണ്. അപ്പൊ നമ്മളൊരു വുഡൻ പാനലിങ് എങ്ങനെ ചെയ്യാന്നുള്ള ഒരു ശ്രമമാണ്. അപ്പൊ നമ്മള് പാനലിങ് അല്ല മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം വാട്ടർ ലെവൽ ചെയ്തിട്ടിരിക്കുന്നതാണ്. അതുപോലൊക്കെ തന്നെ നമ്മൾ ഇതിനുള്ളിൽ ഏകദേശം ചെറിയ ഡിസ്റ്റൻസിൽ വുഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫിറ്റ് ചെയ്ത ആ ഭാഗത്ത് നമുക്ക് ഈ പീസുകൾ അറേഞ്ച് ചെയ്ത് വരുമ്പോഴും സ്ക്രൂ ചെയ്യണം. ആ സ്ക്രൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്ക്രൂ നമ്മളിപ്പോൾ ഈ പാനൽ ചെയ്യാൻ വേണ്ടി ഈ പീസുകളെല്ലാം പറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് മറയും. അപ്പം നമ്മൾ ഈ പീസെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം എങ്ങനെ നമുക്ക് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കും? അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്തു വെക്കാൻ പറ്റും? നിങ്ങളുടെ ആശയത്തിൽ നിങ്ങൾ പറ, എങ്ങനെ കണ്ടുപിടിക്കും? ഏത് രീതിയിൽ മാർക്ക് ചെയ്യും? ഒരു പക്ഷേ നമ്മൾ ആ നിരത്തി വെച്ചേക്കുന്നത് പോലൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം അങ്ങ് ചെയ്യുക. ഈ അറേഞ്ച്മെന്റും അതിന്റെ കറക്റ്റ് ലെവലിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അതിന്റെ ആ സെന്റർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഏത് മാർക്കറ്റിൽ പറ, നിങ്ങളുടെ ആശയം എങ്ങനെ തട്ടണം? തട്ടി നോക്കുമ്പോൾ 2 തടികൾ തമ്മിൽ, അപ്പൊ അത് അവൻ പറഞ്ഞത് ഒരാശയം എന്ന് വെച്ചാൽ ഒരു തടിയുടെ പുറത്ത് വേറൊരു തടി വെക്കുമ്പോൾ അവിടെ തട്ടുമ്പോൾ വേറൊരു സൗണ്ടാണ് കേൾക്കുന്നത്. ആ ഒരു ആശയത്തിൽ അവൻ പറഞ്ഞു. നീ അല്ലാതെ എങ്ങനെ പറ്റും നമുക്ക്? മാർക്കിങ് എന്ന് പറയുന്നത് എങ്ങനെ മാർക്ക് ചെയ്യും? നമ്മൾ വെച്ച് കാരണം അവിടെ ഇപ്പൊ ഏകദേശം തന്നെ ഇതിന് ഈ കാണുന്ന ഭാഗത്ത് ഒരു തടി മറഞ്ഞിരിക്കുക. ആ മറഞ്ഞതിന്റെ സെന്റർ നമുക്ക് കണ്ടുപിടിക്കണം. ഇതെല്ലാം മാർക്കി വെച്ചതിന് ശേഷം അപ്പൊ എങ്ങനെ പറ്റും നമുക്ക്? അതിന് മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്തു വെക്കാൻ പറ്റും? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏത് മാർഗത്തിൽ പറ്റും ചിന്തിച്ചു നോക്കും. ഇത് ഒരുപാട് സിമെന്റിന്റെ മുകളിൽ ഇരിക്കുമല്ലേ, അപ്പൊ നമുക്കത് അല്ലാതെ എന്ത് പറ്റും? ഇതെല്ലാം മറിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ ആ സെൻട്രൽ ഭാഗം ഒന്ന് മനസ്സിലാക്കണം. അവിടെ ഒരു സ്ക്രൂ പിടിക്കുക, എന്തെങ്കിലും ചെയ്യണം. അതിനുള്ള മാർഗം വെച്ചെടുത്ത് എങ്ങനെ ചെയ്യും? സ്ക്രൂ ചെയ്യുന്നതല്ല, നമുക്ക് ആ പോയിന്റ്സ് നമ്മളിത് മറിഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ഇങ്ങനെയാണെന്ന് നമുക്ക് പിന്നീട് അത് മനസ്സിലാവണം. അവിടെ ഒരു സ്ക്രൂ ചെയ്ത് ഡയറക്റ്റ് ഒരു സ്ക്രൂ ചെയ്യാവുള്ളൂ. ആ ഒരു മാർഗം നമുക്കത് എങ്ങനെ അത് വരുത്തിയെടുക്കാൻ പറ്റും എന്നുള്ളത് ചോദിക്കുക. ഇത് മറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മറഞ്ഞതിന് ശേഷമേ നമ്മൾ ആ ഈ വുഡിന്റെ സെൻട്രൽ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കും. ഈ വുഡിന്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം മറഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത്. മുൻകൂട്ടി നമുക്ക് ഏത് മാർഗത്തിൽ അത് ആ പോയിന്റ് എവിടെ ആയിരിക്കും എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, അത് വെച്ചേക്കുന്നിടത്ത് തന്നെ ആ സ്ക്രൂ ചെയ്യുന്നത്. പക്ഷെ ആ സ്ക്രൂവിന്റെ ഭാഗം എവിടെയാണെന്ന് ഇത് മറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് നമുക്ക് മുൻകൂട്ടി ഈ പണി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ അല്ല, അത് നമ്മൾ ഉറപ്പിച്ച് വെച്ചിരിക്കുക. അപ്പൊ അതിനകത്തോട്ടാണ് നമുക്കൊരു സ്ക്രൂ പോകേണ്ടത്. അപ്പൊ ഈ വുഡെല്ലാം പറക്കിയിട്ട് മറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ അളവ് അത് അവിടെ ആയിരുന്നെന്ന് നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് മുൻകൂട്ടി എന്ത് ചെയ്തു വെക്കാൻ പറ്റും? ആ മീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് അളക്കുക എന്നാ. അപ്പൊ ഏത് മാർഗത്തിൽ നമുക്ക് അളക്കാൻ പറ്റും? അപ്പൊ ഓക്കെ, അപ്പൊ നമ്മളൊരു ഒരു പേപ്പറിനകത്ത് ആ മാർക്കിംഗ് ഒക്കെ നമുക്ക് ഈ ആ മാർക്കിംഗ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരണം. ഏത് മാർഗത്തിൽ പറ്റും? നിങ്ങളുടെ ആശയത്തിൽ എങ്ങനെ?
മുറിച്ചെടുക്കുന്നത് എത്ര അളവുണ്ട് അവിടെ ഇങ്ങനെ ബോക്സുകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ടേപ്പ് തരാം. ഈ ടേപ്പിനകത്ത് എങ്ങനെ അളവിനകത്ത് മാർക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് ഫുള്ള് വരണം. അതായത് ഈ 8 ഏകദേശം ഈ 8.5 മീറ്റർ അങ്ങനെ എല്ലായിടത്തും വെക്കുമോ? അങ്ങനെ മാർക്കിങ് അങ്ങനെ വരയ്ക്കാതെ അതിന് കറക്റ്റ് അല്ലാതെ ഒരു ആക്യുറേറ്റ് ആയിട്ട് വെക്കാൻ ഒരു മാർഗം ഉണ്ടല്ലോ. അതെങ്ങനെയാ വരയ്ക്കുന്നത് നോക്കി. പേന വെച്ച് എങ്ങനെയാ മാർക്ക് ചെയ്യുന്നത്? നമുക്ക് ആ പോയിന്റ് മാർക്ക് ചെയ്യാനുള്ള മാർഗം ഉണ്ട്. ഇവിടെ ചെറിയൊരു തടിക്കഷ്ണ പീസ് വലുതാ വെക്കുന്ന ഇവിടെ ചെറുത് ചെറിയ പീസുകൾ വെച്ച പീസിലാണ്. അപ്പൊ നമ്മുടെ ഡിസൈൻ മാറത്തില്ലേ? നമ്മളിപ്പോ എല്ലാം ഒരേ അളവിലല്ലേ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഡിസൈൻ മാറുന്നില്ലേ? നമ്മള് ഏകദേശം ഒരു 10 ഇഞ്ചിന്റെ വീതി ഉള്ള പീസാന്ന് വെച്ചോ. ഇപ്പൊ നീ പറഞ്ഞത് വെച്ച് വരുമ്പോ അവിടെ പീസിന്റെ നീളം കുറയുന്നില്ലേ? അത് ആ മാർഗം അല്ലാതെ നമുക്ക് എങ്ങനെ പറ്റും? അതുപോലെ തന്നെ നിങ്ങളിപ്പോ മാർക്കിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. നിങ്ങൾ ഇങ്ങനെ വരച്ചാ കാണിച്ചത്. ഇച്ചിരിയും കൂടെ ആക്യുറേറ്റ് ആണെന്നുണ്ടെങ്കിലേ അതെങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം? അപ്പൊ പുതിയൊരു പീസ് എടുത്തിട്ട് ഒരു കുത്തു കൊടുക്കാം. ഒരു പുതിയ പീസ് ഇടും. നല്ല ഇച്ചിരി ചെറിയൊരു പീസ് ഇടും. ഇപ്പൊ അതിന്റെ മുകളിൽ അതിടും. അപ്പൊ ഓക്കെ. ഒരു കുത്ത് അല്ലെങ്കിൽ ഒരു ഇൻഡു ഇട്ടാലോ? ഇൻഡു ഇട്ടോ ഡാൻഡസ്. അപ്പൊ നിങ്ങൾ അപ്പൊ നിങ്ങൾ ആ വരച്ചതിനെക്കാട്ടി നല്ലതല്ലേ ആ ഇൻഡു മാർക്ക്? അപ്പൊ ഇച്ചിരി കൂടെ നമുക്ക് ആക്യുറേഷൻ ആയില്ലേ? ശരിയാണോ? അപ്പൊ പറഞ്ഞ ശരിയാണോ? അപ്പൊ നമുക്ക് ആ മാർക്കിങ് ചെയ്യുന്നത് അതുപോലൊക്കെ ആയിരിക്കണം. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ആ മാർക്കിങ് ഓക്കെ അങ്ങനെ അവിടെ വരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇവര് പറഞ്ഞു നിർത്തിയെന്ന് പറയുന്നത് നമ്മളവിടെ വെക്കുന്ന പീസിന്റെ സെന്ററിൽ ഒരു പോയിന്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അവർ ഇൻഡ്യൂ ചെയ്ത് അവർ അവിടെ അത് മാർക്കിങ് ആയി. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മളിത് ഫുള്ള് പറക്കി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സാൻഡിങ് ഒക്കെ ചെയ്ത് ആ സർഫസിനകത്ത് നമുക്ക് ആ പോയിന്റ് പോലും മാഞ്ഞു പോയ സ്ഥിതിക്ക് ഇത് നമ്മൾ ഈ സർഫസ് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ സ്ക്രൂ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ പാനലിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്തു വെക്കാൻ പറ്റും? സ്ക്രൂ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അത് ഏത് പൊസിഷനിലായിരിക്കുമെന്ന് മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്തു വെക്കാൻ പറ്റും? എന്താ ചെയ്യാൻ പറ്റും? പറ. ഇങ്ങനെ ബോക്സ് കൊടുക്കുകയാണെങ്കിൽ 15 നേരെ 15 അടിവശം 15 ഇഞ്ച് ഒന്ന് കാണിച്ചേ. എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഒന്ന് കാണിച്ചേ. പാനലിംഗ് അല്ല, ബോർഡർ. നമ്മളിവിടെ ബോർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ബോർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഭാഗത്തൂടെ നമ്മൾ ബോർഡർ കൊണ്ടുവരണം. ഓക്കെ. ആ ബോർഡർ കൊണ്ടുവരുന്നു. നമ്മൾ ബോർഡർ കൊണ്ടുവരുന്നു. ബോർഡർ കൊണ്ടുവരുന്നു. അപ്പം അതിർത്തി തിരിഞ്ഞ് ബോർഡർ അല്ല കോൺക്രീറ്റ് അല്ലെങ്കിൽ നമ്മൾ അവിടെ ചിലപ്പോൾ പലക വെച്ചായിരിക്കും നമ്മളവിടെ ഫിറ്റിംഗ് ചെയ്യുന്നത്. അടിവശം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മളത് മറന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമത്?
വരച്ച പേപ്പർ വെച്ച് എല്ലാവർക്കും ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടോ? ഇത് വെച്ച് ഇനി ഇത് പണി കഴിഞ്ഞാൽ നമുക്ക് മാർക്കിങ് കാണിച്ചു തരാൻ പറ്റുമോ? അതോ ഉറപ്പാണോ? ആ രീതി മാർക്ക് ചെയ്തു എല്ലാവരും അതാന്ന് പറഞ്ഞൊന്ന് കാണണ്ട. ഇവിടെ വാപ്പി വരച്ചിട്ടുണ്ട്. ഈ വരയിൽ നിങ്ങളുടെ വരയും എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കിയത്. വാപ്പി വരച്ചതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിങ്ങൾ വരച്ചത് പറ. പറ, നോക്കിയിട്ട് പറ. എന്തെല്ലാം കാര്യങ്ങൾ വന്നു? 15 മീറ്റർ ബോക്സ്, 15 ഇഞ്ച് ബോക്സ്. പിന്നെ ഇവിടെ പടി, കേറാനുള്ള പടി. ഇവിടെ ഇങ്ങനെ 15 ഇഞ്ച്, ഇത് 15 ഇഞ്ച്. ഇവിടെ ഇങ്ങനെ 6. അല്ല, ബാക്കി മെഷർമെന്റ് ഒന്നും വന്നിട്ടില്ലല്ലോ. ഇനി ബാക്കി മെഷർമെന്റ് 2 എണ്ണം എഴുതിയുള്ളൂ. ബാക്കി എന്ത് എല്ലാ അളവും ഉണ്ടോ അതിനകത്ത്? അതൊന്ന് പറഞ്ഞു. അവിടെ അല്ല, നമ്മൾ ആ ഡ്രോയിങ്ങിനകത്ത് വന്നതല്ല. അങ്ങനെ പറഞ്ഞിട്ട് അറിയില്ല, ഡ്രോയിങ്ങിനകത്ത് വന്നോ. ഇതൊക്കെ ഇത് നോക്കിയാ ഇത് ഇച്ചിരി ഇതില്ലേ ഇതിനകത്ത്? എന്തുണ്ട്, എന്തൊക്കെ കാര്യം? സെക്കൻഡ് ലെയറിനകത്ത് നമുക്ക് അളന്ന് എഴുതാമല്ലോ. എഴുതാമല്ലോ. എനിക്കറിയാം. പക്ഷെ ആദ്യം നിങ്ങളൊക്കെ ആദ്യമേ ഇതേ രീതി വരയ്ക്കാൻ എങ്ങനെ എത്ര പടി അതിനകത്ത് വന്നിട്ടുണ്ട്? അവസാനം വരച്ചതിനകത്ത് എത്ര പടി വന്നതാ? എന്ത് ചെയ്യുന്നത്? 6 പടി ഒന്ന് കാണിച്ചേ. ആ ഒരു ഡ്രോയിങ് കണ്ടു കഴിഞ്ഞാല് ഈ ഇപ്പൊ ഏകദേശം 1, 2, 3, 4, 5, 6, 6 വരെ 12 പടിയുണ്ട്. ആ 12 പടിയുടെ മെഷർമെന്റ് അതിനകത്ത് വന്നിട്ടുണ്ടോ? എന്താ നമ്മളെന്തോ ആദ്യമേ പറഞ്ഞത്? ഇത് ഇത്രയും അളവ് നമ്മൾ പറഞ്ഞു. 8.5 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുള്ള 12. പക്ഷെ നമുക്ക് ഈ അളവ് ഇതിന്റെ ഈ ഡ്രോയിങ് വെച്ച് നമ്മൾ പണി പൂർത്തിയാക്കിയാണെങ്കിൽ സെന്റർ പറഞ്ഞു തരാൻ പറ്റുമോ? ഉറപ്പാണ്. ഓക്കെ, നീ പറഞ്ഞല്ലോ കറക്റ്റ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നടുക്കലത്തെ 3ാമത്തെ സ്റ്റെപ്പിന്റെ അളവെന്ന് പറഞ്ഞു തന്നെ. എങ്ങനെ? 41 കാണിച്ചേ. 3ാമത്തെ സ്റ്റെപ്പ്. ആ 41 പോരാല്ല, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്കിത് വരണ്ടായോ? ആ 41 പോരാല്ല. അപ്പൊ പിന്നെ അളവ് കൊണ്ട് ഗുണമുണ്ടോ? ആ 41 എവിടുന്ന് എങ്ങനെ 41? ഏതെങ്കിലും ഒരു അതിരിൽ നിന്നും അവിടത്തേക്കുള്ള അളവായി അത് സാർ അത് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അത് പറഞ്ഞു ആ അതിലല്ല, നമുക്ക് ഏതെങ്കിലും ഇതാണ്. വാപ്പിയുടെ ഡ്രോയിങ്ങിനകത്ത് നോക്കിയേ. വാപ്പിയുടെ ഡ്രോയിങ്ങിനകത്ത് എത്രാമത്തെ പീസിന്റെ അളവ് വേണമെങ്കിലും കിട്ടും. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നോക്കിയോ? അതായത് ആ സൈഡിൽ നിന്ന് ഇവിടം വരെ. നോക്ക്, നിങ്ങൾ നോക്ക്. വാപ്പി വരച്ചേക്കെന്ന് നോക്ക്. വാപ്പി വരച്ചേക്കെന്ന് പറഞ്ഞാൽ അതിർത്തി വരച്ച്, റൗണ്ട് ബോർഡ് വരച്ച്, വേണ്ടേ, വുഡൻ ബോർഡ് ഫ്രണ്ടിൽ നമ്മുടെ അതിന്റെ അതിർത്തി, ഇപ്പുറത്തെ വാള് അത് നമ്മൾ രേഖപ്പെടുത്തി. വാളെന്ന് വെച്ചാൽ ഭിത്തി. അത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് നോർത്ത് സൈഡ്. അപ്പൊ അതാണ് ഈ നോർത്ത് സൈഡിൽ നിന്നാണ് ഞാൻ അളവ് കൊണ്ടുവന്നത്. കണ്ടാ 42. നോർത്ത് സൈഡ് എന്ന് വെച്ചാൽ കണ്ടാ 42. അതെ, ഓക്കെ. നമ്മളെ അഭിപ്രായം പറഞ്ഞ ഓരോരുത്തരും എടുത്ത രീതിയിലാണ്. അവസാനം നീ നല്ലൊരു കാര്യം വരച്ച്, നിന്റെ ചിന്താഗതിയിൽ നിനക്ക് ആ റൗണ്ട് വന്നു. അതിന് 2 പോയിന്റ് അധികം ഉണ്ട്. ഒരു ക്ലാപ്പ് കൊടുത്തേ, ആ 2 പോയിന്റ് കേട്ടാ. ഇത് ഇയാള് അത് കണ്ടിട്ട് ഇത് വരച്ച കുഴപ്പമില്ല. ആദ്യം വരച്ചാരാ? അപ്പൊ നോക്ക് നമ്മുടെ പീസുകളുടെ എണ്ണം വന്ന് ടോട്ടല് അളവും വന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് വന്നേക്കുന്നത് ഏതാ?
അപ്പൊ ഈ മാതൃക നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ? അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ അതെന്താ പറയുന്നത്? ഏതാണോ അത് നമ്മൾ കൂട്ടണം, കൂട്ടി എഴുതണം. ഒരു ടേപ്പ് പിടിക്കാൻ പറഞ്ഞു. ആ ടേപ്പ് അവിടെ നിന്ന് ചവിട്ടി പിടിക്കും. അവിടെ ടേപ്പ് ഒന്ന് ചവിട്ടി പിടിക്കും. ഒരു ടേപ്പ് പിടിക്കാൻ പറഞ്ഞ്. എന്നിട്ട് ഇങ്ങി വാ, അഹതിഞ്ഞ് വരെ ഇങ്ങോട്ട് നോക്ക്. കണ്ട ഇത് വാപ്പി നോർത്ത് സൈഡിൽ നിന്നാണ് വെച്ചേക്കുന്നത്. അതാണ് ആദ്യത്തെ ഏതാ വന്നത്. അതാ നോക്ക് 27. ഇതാണ്ട് അടുത്തത് ഏതാ വന്നത്? 27 എന്ന് പറഞ്ഞത് ഇപ്പുറത്താ. കൈമാറ്റി ഇങ്ങോട്ട് നോക്ക്. 42 ഇവിടെ അതിലില്ല. ഇവിടെ കൊണ്ടുവച്ചു. അത് ഞാൻ വരച്ചിട്ടുണ്ട്. 42 സെക്കൻഡ് ലെയർ ഇവിടെ 74 എവിടെ 174.